നമസ്കാരം സ്വാമിജി. മനുഷ്യരിലെ വ്യത്യസ്തതകളെ തീരെ അംഗീകരിക്കാതെ ഞങ്ങൾ മാത്രം ശരി, നിങ്ങളൊക്കെ താഴ്ന്നതാണ് എന്ന ചിന്തയും ഹിന്ദുധർമ്മത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം എന്തൊക്കെയായാലും ജാതി എന്ന് പറയുന്നത് ഇത്രയേറെ ക്രൂരമായി മാറിയത് ഹിന്ദു സമുദായത്തിലാണ്. ഈ ജാതിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് തൊഴിൽ അടിസ്ഥാനമാക്കിയാണെന്നൊക്കെ പറയാം. പക്ഷേ തൊഴിലടിസ്ഥാനമാക്കിയുള്ള വിഭജനങ്ങളൊക്കെ ലോകത്തിൽ എല്ലാ സ്ഥലത്തുമുണ്ട്. പക്ഷേ അത് ജാതി പോലെ ഒരു സ്ഥലത്തും ക്രൂരമായിട്ടില്ല. പരസ്പരം വിവാഹം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പലതരത്തിൽ നിൻ്റെ ജാതി എന്നതിനേക്കാൾ താഴെയാണ്, എന്നെ തുടരുത്, തൊട്ടുകൂടായ്മ, തീണ്ടൽ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ ധർമ്മത്തെ ആചരിക്കുന്ന എന്ന് പറയുന്ന ഹിന്ദു സമുദായത്തിൽ തന്നെയാണ് അതിന് നേർവിപരീതമായ ജാതിയും ഉണ്ടായത്. എന്തുകൊണ്ടാണത്? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് 100% അംഗീകരിക്കുന്നു. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. വേദത്തെ അഥവാ ധർമ്മമൂലത്തെ തിരിച്ചറിയാതെ സ്വാർത്ഥപരന്മാരായവരിലൂടെ ജാതീയമായ ഉച്ചനീചത്വം വന്നു, ചൂഷണങ്ങൾ വന്നു, മനുഷ്യനായി കാണാത്ത, മനുഷ്യനെ അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ഉച്ചനീചത്വ കൽപ്പനകൾ വന്നു. ഇതെല്ലാം ഇടക്കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. തീർത്തും അന്ധകാരാവൃതമായൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉയർന്നവനെന്ന് പറയുന്നവൻ താണവനെന്ന് പറയുന്നവനെ ചൂഷണം ചെയ്യുന്ന, മനുഷ്യനായി അംഗീകരിക്കാത്ത പ്രവണതകളും പ്രക്രിയകളും ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയല്ല, ഇതിനേക്കാൾ ഭീകരമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ദുഃഖവും സുഖമൊക്കെ മാറി വരും, സ്ഥായീഭാവമൊന്നുമില്ലെങ്കിലും. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും ദുഃഖം തോന്നിയ സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആഫ്രിക്കയിൽ ഘാനയിൽ പോയ സമയത്ത് അവിടുത്തെ കേപ്പ് കോസ്റ്റ് കാസിൽ കണ്ടപ്പോഴാണ്. അത്രയൊരു ദുഃഖം തോന്നിയ സന്ദർഭം ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. കാരണം അവിടുത്തെ തദ്ദേശീയർ ആരാധിച്ചിരുന്ന ദേവതകളുടെ വിഗ്രഹവും ഉപാസനാക്രമവും നിലനിന്ന ആ വലിയ ഗുഹ പോലുള്ള സങ്കേതത്തിന് മുകളിലാണ് ഈ കാസിൽ പണിതുയർത്തിയിട്ടുള്ളത്. വളരെ വിശാലമായ വാതിലുകളുമുള്ള ആ ഒരു യൂറോപ്യൻ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ക്ലാസിക്കൽ ബിൽഡിംഗാണ്. ശരിക്കും നല്ലൊരു അതിമനോഹരമായ. പക്ഷേ ഇവർ സ്ലേവ്സിന് ഇട്ടിരുന്ന റൂം, ആ കേവെന്ന് പറയാൻ പറ്റില്ല, ഒരറയാണ്. കഷ്ടി നമുക്കൊരു 10-50 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരറ. അതിൽ ചെറിയ ദ്വാരം, 2 ദ്വാരം. ആ ദ്വാരത്തിലൂടെയാണ് വായു വരിക. ഇരുമ്പ് വാതിൽ വെച്ചിട്ട് ഇതിൽ അടച്ചിട്ടിടുന്നത് 600 സ്ലേവ്സിനെയാണ്, 600 അടിമകളെയാണ്. ഇതിന് മുകളിലൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെയാണ് റൊട്ടി ഇട്ട് കൊടുക്കുക. മലം ഇതിൽ, മൂത്രം ഇതിൽ, അതിൽ ഭക്ഷണം, മരിച്ചാൽ ശവവും അതിൽ. ഇതിൽ നിന്നാണ് നേരിട്ട് ചങ്ങലക്കിട്ടിട്ട് ഷിപ്പിലേക്ക് കൊണ്ടുപോവുക. ഷിപ്പിലേക്ക് പോവാതെ ആരെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഇരുമ്പ് കുന്തം കൊണ്ട് കുത്താനുള്ള ദ്വാരങ്ങളുണ്ട്. ഇത് കണ്ട് വളരെ വിഷമായി. കാരണം നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ച വേദന, ആ വേദന സ്വയം നമ്മൾ അനുഭവിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഒരു ഒരു ഭാവത്തിലേക്ക് നമ്മളെത്തി. അനന്തരമാണ് സ്ത്രീകളുടെ ക്യാബിനിലേക്ക് പോകുന്നത്. 300 സ്ത്രീകളെ ആയിരുന്നു അത്രയിലിട്ടത്. ഇതേപോലെ 2 ദ്വാരങ്ങളിലൂടെയാണ് വായുസഞ്ചാരം. ആ ഇരുട്ട് ക്യാബിൻ്റെ ഉള്ളിൽ 300 സ്ത്രീകളാവുമ്പോൾ സ്വാഭാവികമായും മാസത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം മെൻസസ് വരും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. 3, 4, 5 ദിവസം, ചിലർക്ക് അതും നീണ്ടുപോവാം. അപ്പം മലവും മൂത്രവുമല്ല, ഈ ആർത്തവ രക്തം പോലും ഈ കേവല്ല, ആ ക്യാബിൻ്റെ ഉള്ളിലാണ്. എത്രമാത്രം പുഴുവരിച്ചിട്ടുണ്ടാവും, എന്തുമാത്രം ദുർഗന്ധമായിരിക്കും. അതിനുള്ളിൽ നമ്മുടെ സഹോദരിമാർ 4, 5, 6 മാസം കഴിഞ്ഞുകൂടിയ ആ ഒരു ചിന്ത വന്നപ്പോഴത്തേക്ക് ജീവിതത്തിൽ അത്ര ഒരു ദുഃഖം അനുഭവിച്ചൊരവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. അതിൻ്റെ നേരെ മുകളിൽ 2 അടി വീതിയും 3 അടി നീളവുമുള്ള ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിനുള്ളിലൂടെയാണ് സായിപ്പിന് വിധേയയാവാൻ സമ്മതിക്കുന്ന സ്ത്രീകളെ മുകളിലേക്ക് കൊണ്ടുപോകുക. സെക്ഷുവലായിട്ട് ഉപയോഗിക്കപ്പെടും. പക്ഷേ ഭൂരിഭാഗവും സമ്മതിക്കില്ല. അവർ ഈ കേവിൻ്റെ ഉള്ളിൽ തന്നെ
മരണത്തെ പ്രാപിക്കുക. ചങ്ങലക്കിട്ടിട്ടല്ലേ അടിമകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തത്. അടിമ കച്ചവടത്തിൻ്റെ കേന്ദ്രമായിരുന്നില്ലേ യൂറോപ്പ്? ആ അടിമകളെ കൊണ്ടുപോയിട്ടല്ലേ അമേരിക്കയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. തദ്ദേശീയരായവർ അടിമകളാക്കി തീർത്തില്ലേ? അപ്പോൾ നമുക്ക് ബൈബിളിലും ഖുറാനിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യാപകമായ അടിമ കച്ചവടം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അടിമകൾക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്നില്ല, മാനുഷിക പരിഗണന ഉണ്ടായിരുന്നില്ല. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരിടത്തു പോലും അടിമ എന്നൊരു സംജ്ഞയോ സങ്കേതമോ ഇല്ല. അപ്പോൾ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും അന്ധകാരാവൃതമായൊരു കാലഘട്ടത്തിൽ ഒന്നുകിൽ തൊലിയുടെ വർണ്ണത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിന്? നമുക്ക് ലോക ചരിത്രത്തിൽ സ്പാനിഷ് ഇൻക്വിസിഷനെ പോലെ, ഗോവ ഇൻക്വിസിഷനെ പോലെ ഭീകരമായൊരു സന്ദർഭം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഗോവയിലെ ഇൻക്വിസിഷൻ സമയത്ത് ഒരു കുന്തത്തിന് മുകളിൽ 4-5 പേരെയല്ലേ കുത്തുന്നത്. അഥവാ ഒരാളെ മലദ്വാരത്ത് കൂടെ കുന്തം കുത്തി മൂർധാവിലൂടെ പുറത്തേക്ക് വന്നിട്ടല്ലേ മതം മാറാൻ തയ്യാറുണ്ടോ എന്ന് അഗ്നിയിലേക്ക് കാണിച്ച് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗതി ഇതാണ്. അന്ന് ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടവരല്ലേ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാർ. ചിലർ വടക്കോട്ട് പോയി, അവർ മഹാരാഷ്ട്രയിലും, തെക്കോട്ട് വന്നവർ കർണാടകയിലും കേരളത്തിലും വാസമുറപ്പിച്ചത്. അപ്പം അതുകൊണ്ട് മനുഷ്യന്മാരെക്കാലവും സ്വാർത്ഥപരായന്മാരായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കഴിയാവുന്നവരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ച് സനാതനധർമ്മ വ്യവസ്ഥയിൽ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലത്തിലും സത്യം ഏകമാണ്, ആത്മാവ് ഏകമാണെന്ന് ഘോഷിച്ച വേദത്തെ തിരിച്ചറിയാതെ അതിഹീനമായ ജാതീയത ഉണ്ടായിട്ടുണ്ട്. അതിഹീനമാണ്. തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണ്. പട്ടിക്ക് പോലും വരാവുന്ന, പൂച്ചയ്ക്ക് പോലും വരാവുന്ന മുറ്റത്ത് കടക്കാൻ അംഗീകാരമില്ലാത്തവർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഹീനതകളിൽ നിന്ന് ഈ ധർമ്മവ്യവസ്ഥയെ രക്ഷിച്ചതാരാണ്? വേദത്തിൻ്റെ സാരം ഉൾക്കൊണ്ട മഹാപുരുഷന്മാരാണ്. അപ്പോൾ ധർമ്മവ്യവസ്ഥയിൽ കാലികമായി സംഭവിക്കുന്ന ആസുരിക ശക്തികളുടെ പ്രവർത്തനം, ആ ആസുരിക ശക്തികളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന അധപ്പതനം, അതിൽ നിന്ന് ധർമ്മവ്യവസ്ഥയെ വീണ്ടും സമുദ്ധരിക്കുന്ന ആ ഒരു ചാക്രിക ഗതി നമുക്ക് ധർമ്മവ്യവസ്ഥയുടെ ചരിത്രം നോക്കിയാൽ കാണാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ നോക്കി കാണുന്നത്.